കേരളം വിദ്യാഭ്യാസത്തിന്റെ നാടെന്നാണ് അറിയപ്പെടുന്നത്. 100% സാക്ഷരത, ശക്തമായ സ്കൂൾ നെറ്റ്വർക്ക്, ഉയർന്ന കോളേജ് പ്രവേശനം എന്നിവയെല്ലാം നമ്മുടെ അഭിമാനമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസ രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. AI, ഡിജിറ്റൽ ലേണിംഗ്, സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഇവയിലേക്ക് കേരളം എത്ര വേഗത്തിൽ മാറുന്നു എന്നതാണ് പ്രധാന ചോദ്യം. അതിനാൽ തന്നെ ഓരോ ബജറ്റും വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു നിർണായക വഴിത്തിരിവാണ്. VD സതീശൻ സർക്കാരിന്റെ കന്നി ബജറ്റിൽ വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാം? സ്കൂൾ വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എന്തു മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് എന്ന് നോക്കാം. സ്കൂൾ വിദ്യാഭ്യാസം. കേരളത്തിലെ ഒട്ടുമിക്ക സർക്കാർ സ്കൂളുകളും നല്ല നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുണ്ട്. അതിനാൽ തന്നെ ഇത്തവണത്തെ ബജറ്റിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വലിയ പ്രാധാന്യം നൽകുമെന്നാണ് പ്രതീക്ഷ. 1. അടിസ്ഥാന സൗകര്യ വികസനം. സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ വർധന, ഹൈടെക് ലാബുകൾ, സ്കൂൾ കെട്ടിടങ്ങളുടെ നവീകരണം, കുടിവെള്ളം, ശുചിമുറി സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്തൽ. ഓരോ സ്കൂളും ഒരു സ്മാർട്ട് സ്കൂൾ എന്ന ലക്ഷ്യത്തിലേക്ക് സർക്കാർ കൂടുതൽ നിക്ഷേപം നടത്തുമെന്നാണ് പ്രതീക്ഷ. 2. ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആൻഡ് AI ലേണിംഗ്. പുതിയ കാലത്ത് വിദ്യാഭ്യാസം ക്ലാസ് റൂമിൽ മാത്രം ഒതുങ്ങില്ല. ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. എല്ലാ വിദ്യാർത്ഥികൾക്കും ടാബ്, ലാപ്ടോപ്പ് സഹായ പദ്ധതി, AI കോഡിംഗ്, ഡാറ്റ സയൻസ് അടിസ്ഥാന കോഴ്സുകൾ സ്കൂൾ തലത്തിൽ, വിർച്വൽ ക്ലാസ് റൂം സംവിധാനങ്ങളുടെ വിപുലീകരണം, സർക്കാർ ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ ശക്തിപ്പെടുത്തൽ എന്നിവ ബജറ്റിൽ ഉൾപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ. ഗ്രാമ-നഗര വ്യത്യാസം കുറയ്ക്കാനും ക്വാളിറ്റി എഡ്യൂക്കേഷൻ എല്ലാവരിലേക്കും എത്തിക്കാനും ഇത് സഹായിക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖല. 4 വർഷ ബിരുദ കോഴ്സുകളുടെ ശക്തമായ നടപ്പാക്കൽ, പുതിയ തൊഴിൽ മേഖലകൾക്ക് അനുയോജ്യമായ കോഴ്സുകൾ, AI, ഡാറ്റ സയൻസ്, സൈബർ സെക്യൂരിറ്റി തുടങ്ങിയവ സർവകലാശാലകൾക്കും കോളേജുകൾക്കും ഗവേഷണ ഫണ്ടുകൾ വർദ്ധിപ്പിക്കൽ, വ്യവസായവുമായി സഹകരിച്ച പുതിയ പഠന തൊഴിൽ പദ്ധതികൾ ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് ജോലി സാധ്യതകൾ കൂടി മെച്ചപ്പെടും. ഇനി ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതി. വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ ധനസഹായം. UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു സംസ്ഥാനത്തെ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ ധനസഹായം നൽകുമെന്നുള്ളത്. ഈ അധ്യയന വർഷം തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതി നടപ്പിലാക്കുമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോണിന്റെ പ്രഖ്യാപനം. ഈ പദ്ധതിയിലൂടെ പ്രാഥമിക നടപടികൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുമുണ്ട്. 4 ലക്ഷത്തോളം വിദ്യാർത്ഥിനികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. ഈ പദ്ധതിക്കായി ബജറ്റ് എത്ര തുക വകയിരുത്തുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള ക്ഷേമ പദ്ധതികൾ. വിദ്യാർത്ഥികളുടെ ക്ഷേമം വളരെ പ്രധാനമാണ്. സ്കോളർഷിപ്പുകൾ വർദ്ധിപ്പിക്കൽ, ഹോസ്റ്റൽ സൗകര്യങ്ങളുടെ വികസനം, സാമ്പത്തികമായി പിന്നോക്ക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സഹായം, വിദേശ പഠനത്തിനും ഗവേഷണത്തിനും പുതിയ സഹായ പദ്ധതികൾ ഇവ വിദ്യാർത്ഥികളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കും. സ്കിൽ ഡെവലപ്മെന്റ്. ഇന്നത്തെ കാലത്ത് പഠനം മാത്രം പോരാ, സ്കില്ലും വേണം. തൊഴിൽ കേന്ദ്രീകൃത കോഴ്സുകൾക്ക് പ്രോത്സാഹനം, IT, ആരോഗ്യം, ഹരിത സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സ്കിൽ ഡെവലപ്മെന്റ്, ഇന്റേൺഷിപ്പ്, അപ്രന്റീസ്ഷിപ്പ് അവസരങ്ങൾ വർദ്ധിപ്പിക്കൽ എന്നിവ വിദ്യാർത്ഥികളെ നേരിട്ട് തൊഴിൽ വിപണിയിലേക്ക് പ്രവേശിക്കാൻ തയ്യാറാക്കും. യുവജനങ്ങൾക്ക് പലിശരഹിത വായ്പ. UDFന്റെ പുതിയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് യുവാക്കൾക്ക് സംരംഭം ആരംഭിക്കാൻ 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ എന്നത്. ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടെ യുവാക്കളായ വിദ്യാർത്ഥികൾക്ക് വലിയ പ്രയോജനമാണ് ലഭിക്കുന്നത്. പഠനം പൂർത്തിയാക്കിയ ശേഷം സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വലിയ സഹായമാകും. കേരള ബജറ്റ് വിദ്യാഭ്യാസ മേഖലയെ എത്രത്തോളം മുൻഗണന നൽകുന്നു എന്നതാണ് ഭാവി കേരളത്തെ നിർണ്ണയിക്കുന്നത്. സ്മാർട്ട് സ്കൂളുകളും ഡിജിറ്റൽ ക്ലാസുകളും മാത്രമല്ല, തൊഴിൽ ലഭിക്കുന്ന വിദ്യാഭ്യാസമാണ് ഇനി പ്രധാന ലക്ഷ്യം. ഈ ബജറ്റ് അതിലേക്ക് ഒരു വലിയ ചുവടുവയ്പാകുമോ എന്നതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.